ഹലോ എവരി വൺ. 2027 ജെഇ മെയിൻ എക്സാമിന് വേണ്ടി വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ റിപ്പീറ്റർ ജെഇ ബാച്ച് ആണ് ധീര ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിലെ നമ്മുടെ ക്ലാസ്സുകൾ മെയ് 5 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിഫോർ ദാറ്റ് നമ്മുടെ ഓറിയന്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരാൻ പോകുന്നത്. അതായത് മാത്തമാറ്റിക്സ് ജെഇ ലെവലിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബേസിക് കാര്യങ്ങളാണ് വേണ്ടത് അത് മുഴുവൻ നമ്മൾ മെയ് 5 മുന്നേ കവർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മെയ് 5 മുതൽ നമ്മുടെ കണ്ടിന്യൂസ് ക്ലാസ് വരുന്നു. ഈ ഒരു സിലബസ് നമ്മൾ ഡിസംബർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക് പ്ലാനിലെ ആദ്യത്തെ കാര്യമായ സിലബസ് കംപ്ലീഷനെ പറ്റി പറയുന്നത്. ഇനി ഈ സിലബസ് കംപ്ലീഷന്റെ കൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റി ലൈനപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും എക്സ്പേർട്ട് ഉള്ള ഫാക്കൽറ്റികളാണ് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ മെറ്റീരിയൽസ് അടുത്ത് നമുക്ക് പ്രിപ്പറേഷൻ വേണമെങ്കിൽ എന്തായാലും മെറ്റീരിയൽസ് വേണം. സോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ട്രെൻഡുകളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള PVQs അടക്കമുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്കുള്ളത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം റിവിഷൻ ചെയ്യാൻ വേണ്ടി മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു അടിപൊളി മെറ്റീരിയലും നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. സോ ഈ മൈൻഡ് മാപ്പിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇക്വേഷൻസും കാര്യങ്ങളും ആയിരിക്കും വെച്ചിട്ടുണ്ടാകുന്നത്. നിങ്ങൾക്കൊരു ക്വിക്ക് ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ പോലെ റിവൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ ഡെയിലി കാണുന്നത്. ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണണമെങ്കിൽ പേൾ വീഡിയോസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഇത് രണ്ടും കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് ഡൗട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ AI ഗുരു എന്ന് പറയുന്ന ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു ഫീച്ചർ ഉണ്ട് നമ്മുടെ ആപ്പിൽ. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എക്സാം സീരീസിനെ പറ്റി നമുക്കൊന്ന് പറയാം. നമ്മളിങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് എത്രത്തോളം എഫക്റ്റീവായി, ഏത് പൊസിഷനിലാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനഫ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മൾ എഴുതിയേ സാധിക്കുകയുള്ളൂ. സോ അതിനുവേണ്ടി ഒരുപാട് എക്സാംസ് സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ സബ്ജക്ട് വൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ ചാപ്റ്ററും കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിന്റെ എക്സാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ മിനി ജെഇ എക്സാം ആണെന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ജെഇ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 25 ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 ഹവേഴ്സിന്റെ ഒരു എക്സാം ആണ് ഉണ്ടാകുന്നത്. സോ അതുപോലെ അല്ല മിനി ജെഇ എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഫിസിക്സിൽ നിന്ന് 12 ചോദ്യം, കെമിസ്ട്രിയിൽ നിന്ന് 12 ചോദ്യം, മാത്തമാറ്റിക്സിൽ നിന്ന് 12 ചോദ്യം എന്ന ലെവലിൽ ഒരു മിനി ജെഇ എക്സാം നിങ്ങൾ കണ്ടക്ട് ചെയ്യും. സോ അത് 2 വീക്സ് കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുന്നത്. ഇനി അടുത്ത എക്സാം ആണ് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വൽ ജെഇ പാറ്റേൺ നടക്കുന്ന ഒരു എക്സാം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെഇയുടെ അതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതേ കൗണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതേ അവേഴ്സിലുള്ള എക്സാമും ആയിരിക്കും. ഈ എക്സാം ജെഇ പാറ്റേണിൽ തന്നെയാണ്. ഇതേപോലെയുള്ള ഒരു ജെഇ പാറ്റേൺ എക്സാം ആണ് നമ്മൾ അടുത്ത് നടത്താൻ പോകുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്ന GIB, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോ അതായത് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് മാത്രമല്ല കോമ്പീറ്റ് ചെയ്യുന്ന കേരളത്തിലെ എല്ലാവർക്കും ഈ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അവരോട് എല്ലാവരോടും കൂടി ചേർന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാമിന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പം കേരള ലെവലിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ GIB എക്സാം നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ ഇത്രയും എക്സാം സീരീസുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആപ്പിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ ഇൻഫിനിറ്റ് പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ പഠിച്ച ചാപ്റ്ററിലെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ, മോഡറേറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ, ഡിഫിക്കൽട്ട് ലെവലുള്ള ചോദ്യങ്ങൾ, അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള ലെവലിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാം പോലെ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ആപ്പിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ക്ലാസ്സിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് വരുന്ന ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മെന്റർഷിപ്പും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ റോഡ് മാപ്പ്, അതായത് 1 ഇയർ റോഡ് മാപ്പിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത കുറച്ച് കാര്യങ്ങളോട് പറയാൻ പോവാണ്. നമ്മളൊരു കംപ്ലീറ്റ് ജേർണി ആണല്ലോ പറയുന്നത്. സോ ഇതിൽ നമ്മുടെ സിലബസ് കംപ്ലീഷൻ നമ്മൾ ഡിസംബർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്തത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജെഇ മെയിൻ
മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം എന്ന് പറയുന്നത് എല്ലാ വർഷവും ജനുവരിയിലാണ് നടക്കുന്നത്. സോ 2027 എക്സാമും ജനുവരിയിൽ തന്നെ നടക്കും. ഏകദേശം ഒരു മിഡ് വീക്കോട് കൂടിയായിരിക്കും മിക്കവാറും നടക്കുന്നത്. സോ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? സിലബസ് നമ്മൾ ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LMRP ആയിരിക്കും ഉണ്ടാകുന്നത്, അതായത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് 2026 JEE മെയിൻ്റെ ജനുവരി ഫേസിലെയും ഏപ്രിൽ ഫേസിലെയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾ ഓൾ ക്വസ്റ്റ്യൻസും 2026 ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും അവിടെ. ഇനി അതിനുശേഷം നിങ്ങൾ ഫേസ് 1 എക്സാം എഴുതുന്നു. ദെൻ അതിന്റെ റിസൾട്ട് എല്ലാം വരുന്നു. ദെൻ ഫേസ് 1 എക്സാമിന് ശേഷം എന്താണ്? നമുക്കറിയാം ഫേസ് 2 എക്സാം ഏപ്രിലുണ്ട്. സോ അതിന് ബിഫോർ ആയിട്ട് ഫേസ് 1 നടന്ന 27 ഫേസ് 1 നടന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ LMRP ഫേസ് 2 ഡിസ്കസ് ചെയ്യും. ദെൻ നിങ്ങൾ ഏപ്രിൽ സെക്കൻഡ് ഫേസ് എക്സാം എഴുതും. ദെൻ അതിന്റെ റിസൾട്ട് വരും, നിങ്ങൾ ക്വാളിഫൈ ആവും. പിന്നെ നമുക്ക് അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ആണുള്ളത്. അഡ്വാൻസ് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ഇവിടെ പ്രിപ്പറേഷൻ വരേണ്ടത്. ദെൻ അതിനുശേഷം മെയിൽ നമ്മൾ അഡ്വാൻസും എക്സാം എഴുതും. സോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് റോഡ് മാപ്പ് പോകുന്നത്. സോ അപ്പം ഇതുവഴി നമുക്ക് അടിപൊളിയായിട്ട് JEE മെയിൻ ക്രാക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മുടെ ധീര ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.